ഒരു സൂത്രമുണ്ട്, ആകങ്കേയ സൂത്രം. അതിൽ 2 തരം വിമുക്തിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പඤ്ഞാവിമുക്തി, 2 ചേതോ വിമുക്തി. ചേതോ വിമുക്തി എന്ന് പറയുകയാണെങ്കിൽ മനസ്സിനെ ശാന്തമാക്കി അതിലെ സംസ്കാരങ്ങളെ എല്ലാം ഇല്ലാതാക്കി ഒട്ടും തന്നെ മനസ്സ് ഉയരാത്ത ഒരു അവസ്ഥ, ആ അവസ്ഥ അത് മനസ്സിൻ്റെ ചേതോ വിമുക്തി എന്ന് പറയും. അതായത് ധ്യാനത്തിലൂടെ, പരിപൂർണമായിട്ടുള്ള ധ്യാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കിയിട്ടുള്ള വിമുക്തിയാണ് ചേതോ വിമുക്തി. ഇതിൽ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സിദ്ധികളും കിട്ടും. എന്നാൽ മറ്റൊരു വിമുക്തിയുണ്ട്, പඤ്ഞാവിമുക്തി. പඤ്ഞാവിമുക്തി എന്ന് പറയുന്ന സമയത്ത് അനിച്ഛ ദുഃഖ അനത്ത, ഈ രീതിയിൽ നമ്മൾ അനാലിറ്റിക്കൽ തോട്ട്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പඤ്ഞാവിമുക്തി അല്ലെങ്കിൽ പ്രജ്ഞയാൽ അല്ലെങ്കിൽ അറിവാൽ ഉള്ള വിമുക്തി കിട്ടും. ഈ മുക്തി കിട്ടുന്നവർക്ക് മിക്കവാറും ദിവ്യ സിദ്ധികൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. അവർ വിമുക്തരായി, പക്ഷേ അവർക്ക് ദിവ്യ ദൃഷ്ടിയോ അതേപോലെ തന്നെ ദിവ്യ സ്രോതസ്സോ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല.